പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മാവ് കുഴയ്ക്കാതെ പരത്താതെ ദോശ ചുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് വേണ്ടിയിട്ട് നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ശേഷം ഒരു 3 വലിയ ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ചോപ്പറിൽ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചട്ടിപ്പത്തിരിയിലേക്കുള്ള മസാല റെഡിയായി. ഇനി ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം പാല് ആദ്യം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടൊരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളമോ അതല്ലെങ്കിൽ പാലോ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയൊരു ലൂസാണ് കേട്ടോ നമുക്ക് ദോശ ചുട്ടെടുക്കാനുള്ള മാവിന് വേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് വെച്ച് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ തവിയും മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം മറുഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഈ ദോശ ചുട്ടെടുക്കേണ്ടത്. തീ കൂട്ടി വെച്ച് ചുട്ടെടുത്താൽ നമുക്ക് ദോശ ശരിയായി കിട്ടില്ല, പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചട്ടിപ്പത്തിരിയുടെ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അങ്ങനെ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ട് മാറ്റി വെച്ചിരുന്ന ഓരോ ദോശ എടുത്ത് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയ ദോശ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്തൊരു ദോശ കൂടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കി ഇതുപോലെ ചിക്കൻ്റെ ഫില്ലിങ്സിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ മുട്ടയുടെ ബാറ്ററിൽ മുക്കി ദോശ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിതുപോലെ ഒരു 6 ലെയറായിട്ടാണ് ദോശ വെച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ ലാസ്റ്റത്തെ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുട്ടയുടെ ബാറ്റർ ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ടയുടെ ബാറ്റർ ബാക്കിയില്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മുട്ടയുടെ ബാറ്റർ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു പഴയ ദോശക്കല്ല് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പാന് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചട്ടിപ്പത്തിരി ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ ഒരു പാകത്തെ വേവിലായി നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചട്ടിപ്പത്തിരിയുടെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് മറുഭാഗം ഒന്നങ്ങ് മൊരിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചൊരു 3-4 മിനിറ്റോളം ഒന്ന് മൊരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയാവും. ശേഷം ഒന്നങ്ങ് ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. മാവ് കുഴക്കാതെയും പരത്താതെയൊക്കെ ദോശ ചുട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.